ഒരു നോൺ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഇതൊക്കെ അങ്ങ് ഒരങ്ങി വൃത്തികേടൊക്കെയാകും. ഇതിൽ ഏത് പുട്ടുകുടം വേണം എന്ന് നിങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാകും. നമസ്കാരം. മലയാളികളുടെ ഇഷ്ട വിഭവമാണല്ലോ പുട്ട്. പുട്ട് കഴിക്കാത്ത ഒരു മലയാളിയും കാണത്തില്ല. പുട്ടുണ്ടാക്കാൻ വേണ്ടി ഒരു നോൺ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള കുടമൊക്കെ പെട്ടെന്ന് കിഴിയാത്ത ഒരു അടിപൊളി ഒരു പുട്ടുകുടമാണ് നോക്കുന്നെങ്കിൽ മാന്നാർ ക്രാഫ്റ്റിൻ്റെ ബ്രോൺസ് പുട്ടുകുടം ഏറ്റവും സ്യൂട്ടബിൾ ആണ് അതിന്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന മാന്നാർ ക്രാഫ്റ്റിൻ്റെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ആയ പ്രൊഡക്റ്റുകളിൽ ഒന്നായ പുട്ടുകുടത്തെ പറ്റിയാണ്, ബ്രോൺസ് പുട്ടുകുടം. നമുക്ക് മാന്നാർ ക്രാഫ്റ്റിന് രണ്ട് മോഡലായിട്ടുള്ള പുട്ടുകുടം ഉണ്ട്. ഒന്ന് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മോഡലും രണ്ട് പോളിഷ്ഡ് ആയിട്ടുള്ളൊരു മോഡലും. ട്രഡീഷണൽ ആയിട്ടുള്ള മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മോഡൽ. ഇത് നീളമുള്ളൊരു കുറ്റിയൊക്കെ വന്നിട്ട് ഇതിനുള്ള ക്യാപ്പും ഒക്കെ വന്നിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ബേസൊക്കെ ഉള്ള ഇത് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മോഡലും. രണ്ട് വരുന്നത് ഇതുപോലെ പോളിഷ് ആയിട്ട് ഉള്ളൊരു മോഡലാണ് രണ്ടാമത് വരുന്ന ഒരു മോഡൽ. അപ്പോൾ ഈ രണ്ട് പുട്ടുകുടത്തിന് അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസും കാര്യങ്ങളും ഉണ്ട്. കാരണം രണ്ടിൻ്റെയും കുറ്റിയുടെ ഈ വീതിയൊക്കെ രണ്ടിനും ഡിഫറൻ്റ് ആണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ കുറ്റിയാണെങ്കിൽ ഇത്തിരി കൂടെ ഒരു കനം കുറഞ്ഞാണ്, ഇത് ഇത്തിരി കൂടെ കൂടിയതാണ്. പക്ഷേ പുട്ട് ഇത്തിരി കൂടെ നീളം കൂടിയതൊക്കെയാണ്. അങ്ങനെ രണ്ടിൻ്റേതായിട്ടുള്ള ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് തമ്മിലുള്ള എന്തൊക്കെയാണ് ഡിഫറൻസ് കാര്യങ്ങൾ, ഇതിൻ്റെ വെയിറ്റ് തമ്മിലുള്ള ഡിഫറൻസ്, ഇതിൻ്റെ കുടത്തിൽ എത്ര വാട്ടർ കപ്പാസിറ്റി ഉണ്ട് അതിൻ്റെയൊക്കെ ഡിഫറൻസ് എത്രയാണ്, അപ്പോൾ അതൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാമല്ലോ എനിക്ക് ഏത് പുട്ടുകുടമാണ് സ്യൂട്ടബിൾ ആകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ട്രഡീഷണൽ മോഡലായിട്ടുള്ള ഈ പുട്ടുകുടത്തിന് അപ്പോൾ ഇതിനൊരു ഇതുപോലൊരു ക്യാപ്പും വരുന്നുണ്ട്, കുറ്റി വരുന്നുണ്ട്. കുറ്റിക്കകത്ത് നമുക്ക് ഒരു ചില്ല്, നല്ല ഹെവി ആയിട്ടുള്ള ഒരു ചില്ല് പ്രോപ്പറായിട്ടൊക്കെ ഹോൾ ചെയ്തിട്ടുള്ളതാണ് വരുന്നത്. പിന്നെ ഇതുപോലുള്ള ഒരു കുടവാണ് വരുന്നത്. നമുക്കിതിൻ്റെ ഹൈറ്റൊക്കെ ഒന്ന് നോക്കാം. ഇത് ടോട്ടൽ ഇപ്പോൾ ഹൈറ്റ് വരുമ്പോഴത്തേക്ക് കണ്ടില്ലേ, ഏകദേശം 14 ഇഞ്ചാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. 14 ഇഞ്ച് ഹൈറ്റ്, അതായത് ഏകദേശം 36 സെൻറ്റിമീറ്ററോളം ഇതിന് ഹൈറ്റ് തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ കുടം മാത്രമാണെങ്കിലോ ഏകദേശം 6 ഇഞ്ചാണ് ഇതിന് ഹൈറ്റ് വരുന്നത്. അതായത് ഒരു 15 സെൻറ്റിമീറ്ററാണ് ഇതിന് ഹൈറ്റ് വരുന്നത്. ഇത് മാത്രമായിട്ടാണെങ്കിലോ 19 സെൻറ്റിമീറ്ററാണ് ഇതിന് ഹൈറ്റ്, അതായത് ഒരു 7.5 ഇഞ്ചൊക്കെയാണ് ഇതിന് ഹൈറ്റ് വരുന്നത്. അപ്പോൾ ടോട്ടലി വരുമ്പോൾ 14 ഇഞ്ചാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ഒരു ഡയയും കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. ഇത് ടോട്ടല് ഒരു ഔട്ടർ ഡയ വരുമ്പോഴത്തേക്ക് ടോട്ടൽ ഒരു 6 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഇന്നർ വരുമ്പോൾ 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 4.25 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 2 ഇഞ്ചിന് കുറച്ച് താഴെയാണ്. അപ്പോൾ അതിന് പറ്റിയ ഒരു 5 സെൻറ്റിമീറ്റർ ഇല്ലെങ്കിൽ 4.5 ഇഞ്ചൊക്കെ ഉള്ള ഒരു പുട്ടായിരിക്കും ഇതിൻ്റെ അകത്ത് നമുക്ക് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇത്രയാണല്ലോ നമുക്ക് പുട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 16 സെൻറ്റിമീറ്റർ ലെങ്തുള്ള ഒരു 4-4.5 ആ ഒരു സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പുട്ടായിരിക്കും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ നമുക്ക് ഡയം കൂടെ ഒന്ന് നോക്കിയേക്കാം. ഇതിൻ്റെ ഡയ വരുമ്പോൾ ഏകദേശം ഒരു 4 ഇഞ്ചൊക്കെയാണ് ഇതിൻ്റെ ഡയ വരുന്നത്. നമുക്കിനി ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് കൂടി ഒന്ന് നോക്കാം. 2.87 2.75-3 കിലോയ്ക്കൊക്കെ ഇടയ്ക്കായിരിക്കും ഇതിന് ടോട്ടൽ വെയിറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ പുട്ടുകുടത്തിന് എന്ത് കപ്പാസിറ്റി ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. 1 ലിറ്ററുള്ള ഒരു മെഷറിംഗ് കപ്പാണിത്. നമുക്കൊന്ന് ഒഴിച്ച് നോക്കാം. ഏകദേശം 2 ലിറ്ററോളം ഇതിനകത്ത് വെള്ളം കൊള്ളുന്നതാണ്. ഈ ഒരു കുടത്തിനകത്ത് നമുക്ക് 2 ലിറ്റർ വെള്ളം ഒഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ പോളിഷ് പുട്ടുകുടം ഇതിനകത്തൊരു ക്യാപ്പ് വരുന്നുണ്ട്, ഇതുപോലെ ഒരു കുറ്റി വരുന്നുണ്ട്. ഈ കുറ്റിക്കകത്ത് ഇതുപോലെ 3 ഒക്കെ ഹോളുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഒരു ചില്ല് വരുന്നുണ്ട്, പിന്നെ കുടവും വരുന്നുണ്ട്. അപ്പോൾ ഇത് ടോട്ടലി നോക്കുമ്പോഴത്തേക്ക് എത്ര ഹൈറ്റ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ടോട്ടൽ ഏകദേശം ഒരു 13 ഇഞ്ച് ഇല്ലെങ്കിൽ ഒരു 34 സെൻറ്റിമീറ്റർ, 13-13.25 ഉണ്ട്, 34 സെൻറ്റിമീറ്ററോളം ഇതിന് ഹൈറ്റ് വരുന്നുണ്ട്. ഇത് മാത്രമാണെങ്കിൽ ഏകദേശം ഒരു 14 സെൻറ്റിമീറ്ററാണ്, ഇല്ലെങ്കിൽ ഒരു 5.5 ഇഞ്ചൊക്കെയാണ് ഇതിന് ഹൈറ്റ് ഇത് മാത്രം വരുന്നത്. നമുക്ക് കുറ്റിയും കൂടി ഒന്ന് നോക്കിയേക്കാം. നമുക്ക് കുറ്റി നോക്കിയിട്ട് എന്ത് വലിപ്പമുള്ള പുട്ടുണ്ടാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇത് വരുമ്പോൾ ഏകദേശം ഒരു 21 സെൻറ്റിമീറ്ററാണ് ഇത് ഹൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് പുട്ട് പക്ഷേ ഇവിടെ നിന്നല്ലേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ നോക്കുമ്പോൾ ഏകദേശം ഒരു 6 ഇഞ്ച് ഇല്ലെങ്കിൽ ഒരു 16 സെൻറ്റിമീറ്ററൊക്കെ നീളമുള്ള പുട്ടുണ്ടാക്കാം. ഇതിൻ്റെ ഫുൾ ഡയ വരുമ്പോൾ ഔട്ടർ ഡയ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു
7 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. നമുക്ക് ഇന്നർ നോക്കുമ്പോൾ 5.5 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അപ്പോൾ 5.5 സെൻറ്റിമീറ്റർ ഡയ ഉള്ളൊരു പുട്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു ഡയം കൂടെ നോക്കിയേക്കാം. 9 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഡയ വരുന്നത്. നമുക്ക് ടോട്ടൽ ഇതിന് എത്ര വെയിറ്റ് വരുമെന്നും കൂടി നോക്കാം. 2.5 കിലോ വെയിറ്റ് ആണ് ഈ ഒരു പുട്ടുകുടത്തിന് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ പോളിഷ് പുട്ടുകുടത്തിന് എന്ത് കപ്പാസിറ്റി കുടത്തിനുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് 1 ലിറ്റർ ഉള്ള ഒരു മെഷറിംഗ് ക്യാനാണ്. 1 ലിറ്റർ ഫുള്ളി കൊള്ളും നമുക്ക്. ഇതൊരു 1/2 ലിറ്റർ ഉള്ളതാണ്. 1/2 ലിറ്റർ അങ്ങോട്ട് ഫുള്ളി കൊള്ളത്തില്ല. അപ്പോൾ ഒരു 1.25 ലിറ്റർ, 1 ലിറ്റർ 1.25 ലിറ്ററാണ് ഇതിൻ്റെ ഈ കുടത്തിൻ്റെ കപ്പാസിറ്റി. ഇതിൽ ഏത് പുട്ടുകുടം വേണം എന്ന് നിങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാകും. പോളിഷ്ഡ് വേണോ അതോ ഇത്തിരി ട്രഡീഷണൽ ആയിട്ടുള്ള മോഡൽ വേണോ എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പാസിറ്റിയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ചോദിക്കാവുന്നതാണ്. സാധാരണ പണ്ടൊക്കെ പുട്ടുകുടത്തിനാണെങ്കിൽ ഇതുപോലെ ബേസ് ഒന്നും ഫ്ലാറ്റ് ഒന്നും അല്ല. ഇതിപ്പം ബേസ് ഒക്കെ ഫ്ലാറ്റ് ആണ്. ബുബ്ലിങ്ങോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഇതിൽ വെക്കുമ്പോൾ ഷെയ്ക്കിങ്ങോ അങ്ങനെയുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല തിക്കാണിത്. അതുകൊണ്ട് തന്നെ ഇത് ചില പുട്ടുകുടത്തിന് നമ്മൾ പ്രശ്നമാണ്. ഇപ്പോൾ സ്റ്റീലിൻ്റെ ആയിക്കോട്ടെ അലൂമിനിയം ആയിക്കോട്ടെ പുട്ടുകുടത്തിൻ്റെ പ്രശ്നമാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഹോള് വീഴുക കാര്യങ്ങളൊക്കെ ഉള്ള, ഇല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് തീർന്നു പോയി കത്തിപ്പോവുക അങ്ങനെയൊക്കെയുള്ള അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇങ്ങനത്തെ ഉള്ള ബ്രോൺസ് പുട്ടുകുടത്തിന് ഉണ്ടാകത്തില്ല. മാന്നാർ ക്രാഫ്റ്റിൻ്റെ ഈ പുട്ടുകുടം എല്ലാം നമ്മൾ പ്രീ സീസണിലാണ്. നിങ്ങൾ സീസൺ ചെയ്യോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അകമാണെങ്കിലും ഇപ്പോൾ പുറമാണെങ്കിലും നല്ല രീതിയിൽ പോളിഷ്ഡ് ആണ്. ക്ലീൻ ചെയ്യാൻ ഈസിയാണ്. ഇൻഡക്ഷനിലോ ഇല്ലെങ്കിൽ ഓവനിലോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ പുട്ടുകുടം വെക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് വേണം നമുക്ക് വെള്ളമൊക്കെ ഒന്ന് തിളപ്പിക്കാൻ. പുതിയതായിട്ട് നിങ്ങൾക്ക് ഒരു പുട്ടുകുടം നമുക്കിപ്പം ഡെലിവർ ആയി കിട്ടി. നിങ്ങൾക്ക് ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ സീസൺഡ് ആണല്ലോ, അപ്പോൾ ഓൾറെഡി സീസൺ കാര്യങ്ങളും ചെയ്യേണ്ട. ഡയറക്റ്റായിട്ട് നോർമലി പോലത്തെ ഒരു ഡിഷ് വാഷൊക്കെ യൂസ് ചെയ്ത് ഇത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി പ്രത്യേകിച്ച് വേറെ സീസണിങ്ങോ വേറെ പ്രത്യേക രീതി ഒന്നും വേണ്ട. അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ യൂട്യൂബിലൊക്കെ കാണും, ഇതിന് ഇങ്ങനെ ചെയ്താലേ പറ്റത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ നോർമൽ ഒരു കുക്ക് വെയർ ക്ലീൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ക്ലീൻ ചെയ്യും. അത് തന്നെ പുട്ടുകുടം നമ്മൾ യൂസ് ചെയ്യൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഉടൻ തന്നെ എടുത്ത് വാഷ് ചെയ്യരുത്. ഇതൊക്കെ ഒന്ന് ഫുള്ളി ഒന്ന് തണുത്ത് കഴിഞ്ഞ് ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഇതിൻ്റെ ഉള്ള എല്ലാം ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് നിങ്ങൾക്ക് നല്ലപോലെ സാധാരണ രീതിയിൽ തന്നെ ഉള്ള സോപ്പും ഇല്ലെങ്കിൽ മൈൽഡ് സോപ്പും പിന്നെ ഒരു സോഫ്റ്റ് സ്ക്രബ്ബറും മെറ്റൽ സ്ക്രബ്ബറും മാക്സിമം യൂസ് ചെയ്യുക. കാരണം ഇതൊക്കെ അങ്ങ് ഒരങ്ങി വൃത്തികിടക്കാവും. അതല്ലാതെ ഇതിന് വേറെ കുഴപ്പമുള്ളതുകൊണ്ടല്ല. ഇതങ്ങ് നമുക്ക് ഇപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ അല്ലേ. നിങ്ങളുടെ എൻ്റെ ഒരു ഷോ കേസിൽ പോലും ഡെക്കറേഷനായിട്ട് പോലും വെക്കാം. എൻ്റെയൊക്കെ വീട്ടിൽ ഷോ കേസ് ഇതൊക്കെ ഡെക്കറേഷനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മളിത്. അപ്പോൾ അതിന് പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള ബ്രോൺസിൻ്റെ ഒക്കെ കുക്ക് വെയർസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മെറ്റൽ സ്ക്രബ്ബറൊക്കെ ഇട്ട് ഉരച്ച് അത് നശിപ്പിക്കരുത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ ഒരു കോട്ടൺ തുണിയൊക്കെ കൊണ്ട് തുടച്ച് നിങ്ങൾക്ക് ഒരു മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ ഇല്ലാത്തൊരു സ്ഥലത്ത് തന്നെ കീപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ മാന്നാർ ക്രാഫ്റ്റിൻ്റെ ഈ ബ്രോൺസ് കുക്ക് വെയറിനെ പറ്റിയുള്ള എല്ലാ ഡൗട്ടും നമുക്ക് തീർന്നെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ കുക്ക് വെയർ, അതായത് മാന്നാർ ക്രാഫ്റ്റ് ഈ പുട്ടുകുടം നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് www.manarcraft.com. അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടൊക്കെ വന്ന് കാണണമെങ്കിൽ നമുക്ക് മാന്നാർ, ആലപ്പുഴ ജില്ലയിൽ മാന്നാർ ഒരു എക്സ്പീരിയൻസ് സ്റ്റോർ ഉണ്ട്, അവിടെ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വെബ്സൈറ്റ് ചെയ്ത് അങ്ങ് പരിചയമില്ല, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. നമ്മുടെ എക്സ്പേർട്സ് വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ചെയ്ത് പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ ഹെൽപ്പും നിങ്ങൾ ചെയ്യുന്നതാണ്. ഈ കുക്ക് വെയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഇഷ്ടപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർ ടോക്സിക് ആയിട്ടുള്ള കുക്ക് വെയർ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് മാറ്റി അപ്പോൾ ഇങ്ങനെയുള്ള നോൺ ടോക്സിക് ആയിട്ടുള്ള കുക്ക് വെയർ ഒക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ തീർന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.